നമ്മളൊരു വെറൈറ്റി ചട്നി കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിനുവേണ്ടി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കഴുകിയെടുക്കുക. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് സബോള എല്ലാം കൂടെ അരിഞ്ഞ് അത് ചതച്ചെടുക്കുക. ഒത്തിരി അരയ്ക്കണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. അത് പാത്രത്തിൽ മാറ്റി വെക്കുക. എന്നിട്ട് ഒരു പാത്രത്തിൽ 1 കപ്പ് തൈരും കൂടി എടുക്കുക. ഇനിയും ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടി ഇടുക. കൂടെ 1/2 സ്പൂൺ ഉപ്പും എടുത്ത് വെച്ചിരിക്കുന്ന തൈരിൽ നിന്ന് 1 സ്പൂൺ തൈരും ചേർത്ത് നന്നായിട്ട് അരച്ച് അതും മാറ്റി വെക്കുക. എന്നിട്ടൊരു പാനിൽ ഓയിൽ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അതിനകത്ത് 1/2 സ്പൂൺ ചെറിയ ജീരകം കൂടിയിട്ട് മൂപ്പിക്കുക. കായപ്പൊടിയും ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞത് ഇതിനകത്തോട് ചേർത്ത് വഴറ്റിയെടുക്കണം. കൊച്ചുള്ളി ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ, ഈ കൊച്ചുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച പച്ചമുളകിൻ്റെ കൂട്ടുകൂടിട്ട് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വഴലണം. കാരണം ഇതിൻ്റെ പച്ച ഒരു രുചി മാറിയതിന് ശേഷം നല്ലൊരു മുരിഞ്ഞ രുചി വരുന്നത്, നല്ലൊരു ഫ്ലേവർ ഇതിന് കിട്ടും. അങ്ങനെ അത് ഒന്ന് മുരിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച മല്ലിയിലയുടെ കൂട്ട് ചേർക്കുക. വേണമെങ്കിൽ ഈ മല്ലിയിലയുടെ കൂട്ടും പച്ചമുളകും എല്ലാം കൂടെ ഒന്നിച്ചരച്ച് വേണമെങ്കിലും എടുക്കാം. പക്ഷേ പച്ചമുളക് നേരത്തെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ മല്ലിയിലയും ചേർത്തതിന് ശേഷം നമ്മൾ ബാക്കി വെച്ചിരുന്ന തൈരുണ്ടല്ലോ, ആ തൈരും ഇതിൻ്റെ കൂടെ ചേർത്ത് ഇളക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം. നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആവശ്യമെങ്കിൽ ഉപ്പൊക്കെ ഇടുക. ഇവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ചട്നി തയ്യാറായി. പിന്നെ റൈത്തയെന്നും